ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണം, മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ അഡ്വാൻസ്ഡ് ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പൂർണ്ണമായിട്ടും കാണുക. കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു സ്പെസിഫിക് പേഴ്സണെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ, ആരെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു വ്യക്തി, എസ്പെഷ്യലി നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നുകൂടി സ്പീഡപ്പ് ആയിട്ട് മാനിഫെസ്റ്റ് ആവും. അഥവാ നേരിൽ സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഡെയിലി കാണുന്ന ആളുകളോ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി കൂടുതൽ ഈസി ആയിട്ട് വർക്ക് ആവും. ഇനി അതല്ല, നിങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് സംസാരിച്ചിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ പരസ്പരം കണ്ടിട്ടുള്ള ആളുകളാണ് എങ്കിലും ഇത് 100% വർക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങളൊരു 20 ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സാവധാനത്തിൽ ശ്വാസം അകത്തേക്ക് എടുക്കുക, വളരെ സാവധാനത്തിൽ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതൊരു സ്ലോലി ആ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് 20 തവണ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പതിയെ കണ്ണുകൾ അടക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിൽ എന്താണ് സങ്കല്പിക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ സങ്കല്പിക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീടിനുള്ളിലാണ് എന്ന് സങ്കല്പിക്കുക. വീടിനുള്ളിൽ റൂമിലാവാം, അല്ലെങ്കിൽ ഹാളിലാവാം, അല്ലെങ്കിൽ എവിടെയാവാം. വീടിനുള്ളിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന ഒരു പ്ലേസിലാണ് നിങ്ങളെന്ന് സങ്കല്പിക്കുക. നിൽക്കുകയോ ഇരിക്കുകയോ ആവാം. ഓക്കെ, അപ്പൊ വീടിനുള്ളിലാണ് നിങ്ങൾ സ്ഥിരം താമസിക്കുന്ന വീട് തന്നെ ആവാം. ഇനി അതൊരു റൂം ആണെങ്കിൽ റൂം, ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അപ്പാർട്ട്മെന്റ്, എന്താണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അവിടെ നിങ്ങൾ നിൽക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾ സങ്കല്പിക്കേണ്ടത്, ജനാല ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ ജനാലയിലൂടെ ഒരു ബോളിന്റെ, ഒരു ഫുട്ബോളിന്റെ ഒക്കെ വലുപ്പമുള്ള ഒരു പ്രകാശം നിറഞ്ഞ ഒരു ഗോൾഡൻ ലൈറ്റ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ലൈറ്റ് ഈ ഒരു വിൻഡോക്കകത്തുകൂടി, 2 കളറായിട്ട് കാണാം. ഒന്നില്ലെങ്കിൽ ഗോൾഡൻ കളറിൽ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ആ ഒരു പ്രകാശം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ജനാലക്കകത്തുകൂടി. ഓക്കെ, അങ്ങനെ വന്ന് നമ്മുടെ ഹാർട്ടിന്റെ ഭാഗത്തേക്ക് അത് ടച്ച് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് അത് ജസ്റ്റ് അലിഞ്ഞ് നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ അതിങ്ങനെ വരുമ്പോൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി വരുന്നത് പോലെ വേണം നമ്മൾ സങ്കല്പിക്കാൻ. അത് വന്ന് നമ്മുടെ ഹാർട്ടിൽ ടച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് തോന്നുന്നു. അങ്ങനെ ആ ഒരു പോസിറ്റീവ് ഫീല് നമ്മൾ നന്നായിട്ട് നമ്മുടെ 5 സെൻസസ് വെച്ചിട്ട് ഫീൽ ചെയ്യുക. എന്നിട്ട് അത് ശരീരത്തിലോട്ട് മൊത്തം സ്പ്രെഡ് ആവുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പോസിറ്റീവ് ഫീലിലാണ്, ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു മിനിറ്റോളം നമ്മൾ ആ ഒരു ഇമോഷനിൽ, സന്തോഷത്തിൽ, ഹാപ്പിനെസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്തതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, പെട്ടെന്ന് നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഹോണിംഗ് ബെല്ല് അടിക്കുന്നു. അപ്പൊ ആരോ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾ പതിയെ നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെ പോയി ജസ്റ്റ് നിങ്ങൾ കുറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കുറ്റി തുറന്ന് നമ്മൾ ഡോറ് തുറക്കുന്നു. ഡോറ് തുറക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നത് ആരെയാണ്? നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെയാണ് കാണുന്നത്. അവർ ജസ്റ്റ് പുഞ്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അവരെ ജസ്റ്റ് വെൽക്കം ചെയ്യുന്നു. വീടിനകത്തേക്ക് അവർ വരുന്നു. അങ്ങനെ നിങ്ങൾ കുറച്ചു നേരം പരസ്പരം സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ജസ്റ്റ് കൈകൾ പിടിക്കുന്നു. ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ചെറിയ രീതിയിലുള്ള സെക്ച്വൽ അല്ലാത്ത രീതിയിലുള്ള ടച്ചസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പതിയെ ഹഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കിസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു റൊമാൻറ്റിക് മൊമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം.
ഡോർ തുറക്കുന്നു, അവർ വരുന്നു, ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു, കുറച്ചു നേരം സംസാരിക്കുന്നു, കൈ ചേർത്ത് പിടിക്കുന്നു, ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള വിഷ്വലൈസേഷൻ നന്നായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നന്ദി പറയാം. അവർ നമ്മളെ ഇഷ്ടമാണെന്നുള്ളത് അവരുടെ പ്രവൃത്തിയിലൂടെ അതുപോലെ തന്നെ വാക്കുകളിലൂടെ നിങ്ങളോട് പറയുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച് ഫോർ ലവിങ് മീ എന്നുള്ള രീതിയിൽ നമ്മളും ആ ഒരു ഫീലില് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുന്നു. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആ രീതിയിലാണ്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, നമ്മൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഒരു സ്വപ്നം നടന്നതായിട്ട് സങ്കല്പിക്കുക. ആ ഒരു നിമിഷത്തിൽ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ ഇരിക്കുക. ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, ജോയ് ഉണ്ട്. ആ ഒരു ഇമോഷനിൽ കുറച്ചു നേരം കൂടി നിങ്ങൾ അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ ഇങ്ങനെ ഫീൽ ചെയ്യുക, ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പതിയെ 2 കൈകളും ഇങ്ങനെ കൂട്ടിത്തിരുമ്പ്. ഇതൊക്കെ കണ്ണടച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബ്രീത്തിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ കണ്ണടച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ചൂടാവും കൈ. അങ്ങനെ ഇനി ചൂടായില്ലെങ്കിലും പ്രശ്നമില്ല, കുറച്ചു നേരം ഇങ്ങനെ വരുതിയതിന് ശേഷം കണ്ണിന് മുകളിൽ വെച്ചിട്ട് പതിയെ നിങ്ങൾ കണ്ണുകൾ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഈ ഒരു ടെക്നിക്ക് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ദിവസം ഒരു രാത്രി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഈ ഓരോ സ്റ്റെപ്പുകളും ടൈം എടുത്ത് വളരെ സ്ലോലി നിങ്ങൾ ഫീൽ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു പവർഫുൾ അഫർമേഷൻ ഉണ്ട്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് വരാനും, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട, 21 ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊറ്റ ദിവസം ചെയ്താൽ മതി. പക്ഷെ 21 ദിവസം ചെയ്യേണ്ട മോർണിംഗിലും നൈറ്റിലും ചെയ്യേണ്ട അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ മോർണിംഗിൽ ഒരു 3 മിനിറ്റ്സും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 3 മിനിറ്റ്സും റിപ്പീറ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ. അത് സ്പെസിഫിക് പേഴ്സണെ അട്രാക്ട് ചെയ്യാനുള്ള അഫർമേഷൻ ആണ്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് പ്ലസ് ഡെയിലി ഈ അഫർമേഷൻസ് മോർണിംഗും നൈറ്റും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സാക്ട് എഫക്റ്റ് കിട്ടുക. അപ്പോൾ ആ ഒരു സ്പെസിഫിക് പേഴ്സണെ അട്രാക്ട് ചെയ്യാനുള്ള 21 ദിവസം ഫോളോ ചെയ്യേണ്ട അഫർമേഷൻ വേണ്ട ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് സ്പെസിഫിക് പേഴ്സണെ അട്രാക്ട് ചെയ്യാനുള്ള അഫർമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരാം. ആ അഫർമേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആ ഒരു സ്പെസിഫിക് പേഴ്സണെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോ, അഫർമേഷൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്